മിലിറ്ററി അങ്കിൾ, ഈ ഗെയിമിൽ നിങ്ങൾ തന്നെ ജയിക്കണം. രാജപ്പൻ ചേട്ടനെ ജയിക്കൂ. അവര് ജയിച്ചത് തന്നെ. സാവിത്രി മാഡം, എന്റെ കളി കണ്ടിട്ടില്ലല്ലോ, ഒന്നൊന്നും കണ്ടു നോക്ക്. നിങ്ങളൊക്കെ എന്ത് കളിയായി കളിക്കുന്നത്? ജാക്സൺ, ഈ മൈക്കൽ ജാക്സൺ കളിച്ചാൽ കളി അറിയാത്തവര് പോലും കളിക്കും. അതെ, എനിക്ക് ഫാൻസ് ഒക്കെ ഉള്ള കാര്യം അറിയോ? എവിടെ? ആഫ്രിക്കൻ കാട്ടിനുള്ളിലാ? നിങ്ങളെ ഞാൻ കളി പഠിപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കളിക്കാം. അവളുടെ ഒരു നോ കാരണം അടിച്ച് പൊളിച്ചു കളയും ഞാൻ. വെറുതെ ഒരു തമാശ അവന്റെ ഒരു തമാശ. സ്വന്തം ഭാര്യയുടെ കൂടെ സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ സമ്മതിക്കലാ. വല്ലവന്റെയും ഭാര്യ എന്തിനാണാ ഇങ്ങനെ വളയ്ക്കാൻ നോക്കുന്നത്? എടോ മിലിറ്ററി, ഇതൊന്നും ഇവന്റെ പ്രശ്നമല്ല. ഇവൾ ഇങ്ങനെ ഇളകി ഇളകി നടക്കുന്നുണ്ടാ. നിനക്ക് ഒറ്റക്കാലിൽ ഡാൻസ് കളിക്കാൻ അറിയോ? അറിയാലോ. നിനക്കൊന്നും അറിയില്ലടാ. അല്ലെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. അദ്ദേഹത്തിന് വിട്ടേക്ക്. എന്താ അദ്ദേഹമെന്നോ? അവൻ എന്താടി നിന്റെ കണവനോ? അവരൊന്നും ചെയ്യരുത്. എന്തോന്ന് അവരോ? രണ്ടുപേരും കൂടെ ഭാര്യ ഭർത്താവും പോലെ കളിക്കാണല്ലേ? പിക്നിക്കിന്റെ ഇടയിലെങ്കിലും ദിവ്യയോട് മനസ്സമാധാനമായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചാ എല്ലാവരും കൂട്ടം കൂടി കൊളാക്കുവാണല്ലോ. ദിവ്യയോട് എങ്ങനെയാ സംസാരിക്കുക? എന്തിനാടാ കുത്തിയെ? ക്യാരം ബോർഡിലെ ബ്ലാക്ക് കോയിനും വൈറ്റ് കോയിനും ഓരോന്നോരോന്നായി തിരിക്കുന്നത് പോലെ ഈ ഗ്രൂപ്പിനെ മൊത്തം തിരിച്ച് റെഡ് കോയിനെ മാത്രം, അതായത് നിങ്ങളുടെ ആളെ കറക്റ്റ് ആയിട്ട് കുഴിയിൽ വീഴ്ത്താം. എന്താടാ ഇത്? നിന്റെ ശരീരവും ബുദ്ധിയും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. കൈ തന്നെ. സൂപ്പർ ഐഡിയ. സരള ബീച്ചിലേക്ക് പോയാലോ? ഞാൻ പോകുന്നു. സാവിത്രി ചേച്ചി, അമ്മക്കുട്ടി ചേച്ചി, ഇവിടെ വന്നേ. എന്നാ ജീവ? അവിടെ കോർണർ ഭാഗത്തെ ആൽമരം, നെല്ലിമരം, വേപ്പുമരം മൂന്നും നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ 100 തവണ വലം വെച്ചാ വിട്ടിട്ട് പോയ ഭർത്താവ് തിരിച്ചു വരുമെന്നാ. സംശയിക്കുന്ന ഭർത്താവ് വിശ്വസിക്കും ചെയ്യും. സത്യമാണോ? അയ്യോ, എന്നാ നമുക്ക് 1000 തവണ വലം വെച്ചേക്കാം. എന്റെ പുരുഷൻ തിരിച്ചു വരും ഉറപ്പല്ലേ? 2 wickets ഔട്ട്. ഗുഡ് മോർണിംഗ് ലോണ്ടറി സാർ. നിങ്ങള് സത്യസന്ധനായ ലോണ്ടറിമാൻ അല്ലേ? അതിലെന്താ സംശയം? സാവിത്രി ചേച്ചിയുടെ തുണി തേക്കുന്ന സമയത്ത് അത് കീറിപ്പോയില്ലേ? കീറിയെന്നോ? യെസ്. എന്റെ അയൺ ബോക്സ് ആണ് സത്യം, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കീറിയെന്നേ. ആ സാരി എടുത്തോണ്ടാ ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഒന്ന് പോയി നോക്ക്. സാവിത്രി മാഡം, സാവിത്രി മാഡം. 3rd wicket ഔട്ട്. അങ്ങളെ ഇവിടെ വന്നേ. ഇവിടെ നിങ്ങൾ ഷട്ടിലും കളിച്ചോണ്ടിരിക്കുന്നു. അവിടെ ഒരുത്തൻ നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കും. അതെ, ആ ജാക്സൺ. അവൻ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഭാര്യ എടുത്ത സാരിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് പിന്നാലെ പോയിരിക്കുക. എടാ ലോണ്ടറി, ഞാൻ വരുന്നടാ. വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കാം. അനങ്ങിയില്ലേ? നിന്റെ അവസാനോടാ. 4th wicket ഔട്ട്. ഡയറക്ടർ സാറേ, ഇവിടെ അടുത്തെവിടെയോ മമ്മൂട്ടി പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. അവിടെ ഡയറക്ടർ വരാത്തോണ്ട് ആകെ പ്രശ്നം നടന്നോണ്ടിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ. എന്റെ സൂപ്പർ സ്റ്റാറിന് ഡയറക്ടർ ഇല്ലെന്നോ? ഞാൻ പോവാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത ജയ ഹേ ജയ ഹേ ജയ 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 ഹേ ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത. ദിവ്യ, ടിഫിൻ റെഡി, വേഗം വാ. മോനെ, മോൻ കഴിക്കുന്നില്ലേ? വേണ്ട ആന്റി, പിന്നെ കഴിച്ചോളാം. ശരി. ഹലോ. ഹലോ. ഇവിടെ നല്ല ക്ലൈമറ്റ് ആണല്ലേ? നല്ല ക്ലൈമറ്റ്. ഈ തിരമാല കരയിലേക്ക് വന്നിട്ട് പോകുമ്പോ എന്തോ പറയാൻ ആഗ്രഹിക്കുന്ന പോലെയില്ലേ? അതെ. പക്ഷേ പറയാൻ പറ്റുന്നില്ല. പറയാൻ അറിയാത്തത് കൊണ്ടാണോ അതോ കഴിയാത്തത് കൊണ്ടാണോ? ഈ തിരമാലകളുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ തോന്നുക. കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്ന് പറയും. പക്ഷെ പ്രണയം എന്നത് തുറന്നു പറഞ്ഞാലേ തിരിച്ചറിയും. അതുകൊണ്ട് വളച്ചു കെട്ടാതെ കാര്യം പറയാം. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളെ അല്ല, നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? ആദ്യമായിട്ട് നിന്നെ ആ പെണ്ണിന്റെ സ്കൂട്ടറിന്റെ അടുത്ത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അധികം വൈകാതെ നീ ആ പെണ്ണിന്റെ കുരുക്കി ചെന്ന് പെടുവെന്ന്. നിന്റെ അന്നത്തെ സുപ്രഭാതം വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ആള് മോശക്കാരനല്ലേ. ഹലോ സാറേ, ഞാനാണോ തുണി കീറിയത് സാറാ. എന്താണാവോ? ഞാനൊട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു ട്വിസ്റ്റ് കിട്ടിയിരിക്കുക. ഞാൻ ഇങ്ങനെ അടിച്ചതാ, അടി മാറിപ്പോയതാണേ. ഉള്ളത് പറയട്ടെ, ഞാനിവിടെ വന്നതിന് ദിവ്യയ്ക്ക് വേണ്ടിയാ. പക്ഷെ എന്റെ മനസ്സിൽ തെറ്റായിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരും മുൻകൈ എടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന ഞങ്ങൾക്ക് ഉണ്ടാവുമോ എന്ന കുട്ടിക്ക് നിങ്ങളുടെയൊക്കെ പേര് വെക്കാം. എടാ, ഒരു കൊച്ചിനെങ്ങനെയാടാ 4 പേരുടെ പേര് വെക്കാൻ പറ്റുന്നേ? ശരി, എന്തായാലും കൊച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞ് സെന്റിമെന്റൽ ആക്കിയതല്ലേ.
ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ദിവ്യയെ നിനക്ക് കെട്ടിച്ചു തരുന്നതായിരിക്കും. കൈനീട്ട്. ജാനകിയമ്മേ, ഉം. ജാനകിയമ്മേ. ഡോ, ജാനകി വിളിക്കുന്നതിന് അവരുടെ അമ്മയെ വിളിക്കുന്നത് എന്തിനാ? ഛു. ഓ, നിങ്ങൾ വന്നായിരുന്നോ? അതെ. നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നാ. നിങ്ങൾ അവരെ കണ്ണിക്കുത്തല്ലേ? അല്ല, എന്താണ് കാര്യം? അതൊന്നുമില്ല. എടോ. അത് പിന്നെ നമ്മുടെ ദിവ്യമോളുടെ കല്യാണക്കാരിവാ. മോളുടെ പ്രായം എങ്ങനെ ഓരോ വർഷം കൂടി കൂടി വരികയല്ലേ. ഇപ്പൊ നമ്മുടെ കോളനിയില് കല്യാണപ്രായം എത്തി നിൽക്കുന്ന ഒരേ ഒരു പെങ്കൊച്ച് നമ്മുടെ ദിവ്യ. എന്താ കല്യാണ പെണ്ണുങ്ങൾ ആരും ഇരിക്കാറില്ലേ? ചേട്ടാ കാര്യം പറയട്ടാ. അത് നിങ്ങൾ ഓക്കെ ആണെങ്കിലേ നമുക്ക് അറിയാവുന്ന ഒരു സുന്ദരനായ ചെക്കൻ ഈ കോളനിയിലുണ്ട്. അവന് കല്യാണം കഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പറയുന്ന പയ്യനെ പഠിപ്പിലും അന്തസ്സിലും സൗന്ദര്യത്തിലും ഏകദേശം എന്നെ പോലെ തന്നെ ഉണ്ടാവും. ഡാ, ഞാൻ എന്തായി പറയുന്നത്? സൗന്ദര്യത്തെ പറ്റിയാ പറയുന്നത്. ഞാൻ അതിനെ കുറിച്ചല്ലോ പറഞ്ഞത്. ആവശ്യമില്ലാതെ ഇടയ്ക്കറി സംസാരിക്കുന്നത് എന്തിനാ നീ? ശരി ശരി. അങ്കിൾ ഒരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത്. എന്റെ കല്യാണത്തെ കുറിച്ച് ആരും ആലോചിക്കണ്ട. എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ. നാട്ടില് ജനസംഖ്യ ഇല്ലാതായി പോവില്ലേ? ഒരു ആൺതുണ ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും എത്ര നാളെന്ന് വിചാരിച്ചാ? ഇതുപോലെ തന്നെയാ എന്റെ ഭാര്യയുടെ ബന്ധം വന്നപ്പോ വേണ്ട വേണ്ടെന്നാ ഞാനും പറഞ്ഞോണ്ടിരുന്നേ. എന്നാ ഇപ്പോ പുള്ളിയെ വേണ്ടാതായി. ദേ നോക്കിയേ, ആൺതുണയില്ലാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊന്നുമില്ല. എനിക്കിപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ദയവേദി ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. എല്ലാം മോളുടെ ഇഷ്ടം. അകത്തേക്ക് വന്നേ. നോൺസെൻസ്. വെള്ളമുണ്ടിന് പശമുക്കിയ അവസ്ഥ പോലെ കല്യാണം വേണ്ടാന്നും പറഞ്ഞ് ഇങ്ങനെ സ്റ്റിഫായിട്ടിരുന്നാൽ എങ്ങനെയാ? ആനക്കറിയില്ലോ അതിന്റെ വലിപ്പം. ഡാ, ആന എന്നാടാ കണ്ണാടി നോക്കി നിന്നിരിക്കുന്നേ? വേണ്ടടുത്തും വേണ്ടാത്തടത്തും ഈ പഴഞ്ചൊല്ല് പറഞ്ഞ് തിരികെ കേട്ടല്ലേ? പോടാ അങ്ങോട്ട്. സൂപ്പർ ഡയലോഗ്. ഒന്നുകൂടെ പറഞ്ഞേ. എന്റെ അമ്മേ. ശബ്ദിച്ചാ TV സീരിയൽ പോലും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല കേട്ടല്ലോ റാസ്കൽ. എടാ, നിനക്ക് ആ പെണ്ണിനെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. ഈ കോളനിയിൽ വേറെ എത്ര പെമ്പിള്ളാരുണ്ട്? കൊള്ളാവുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് കയറിയും കൊത്ത്. നിങ്ങളെന്താ ഹീറോയിനെ മാറ്റം പറയുന്നേ? എന്നാ പിന്നെ നമുക്ക് ഹീറോയെ മാറ്റിക്കളയാം. മതിയോ? ഇമ്പോസിബിൾ. എടോ തൊപ്പി, അതെ മോനെ. ആ? അതായത് ഈ ലവ് ആറില് എടോ താൻ എന്ത് കാര്യം പറഞ്ഞാലും അങ്ങോട്ട് പോകുന്നത് എന്തിനാ? ഒരു സൂചി കുത്താൻ ഇടം കിട്ടി അങ്ങോട്ട് തൂമേ കൊണ്ട് പോരുത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഓക്കെ. ഈ പ്രണയ യുദ്ധത്തില് അണ്ണാക്കിൽ ഞാൻ അമിട്ട് വെച്ച് കത്തിക്കും. അത് പൊട്ടില്ല. പ്രണയ യുദ്ധത്തില് മനസ്സോടെ ഇറങ്ങണം. ഒരു പെണ്ണിനൊരു ആൺതുണ അത്യാവശ്യമാണ്. ഈ ദിവ്യക്ക് മനസ്സിലാക്കി അടുത്ത ഓസ്കാർ അവിടെ എഴുതി വെച്ചോ. ഇന്നത്തെ ഈ ഒരു രാത്രിക്കുള്ളിൽ നിന്നെ ഞാൻ അവളുടെ മനസ്സിലേക്ക് കയറ്റാം. ഓപ്പറേഷൻ മിഡ് നൈറ്റ്. അങ്ങനെ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയുടെ കഥ ബാക്കപ്പാ. ആരാ അത്? ആരാന്നാ ചോദിച്ചേ? ആരാത്? മേജർ സാറേ, മേജർ സാറേ, എന്താ മോളെ, എന്ത് പറ്റി? ആരോ ഇവിടേക്ക് കല്ലെറിയുന്നുണ്ട്. എനിക്ക് പേടിയോ? എന്തുമാത്രം കല്ല? ഒരു വീടുണ്ടാക്കാനുള്ള കല്ലുണ്ടല്ലോ. നീ വീട് പണിയാൻ വന്നതാ? നോക്കിയേ, ഏത് രാജ്യത്തുനിന്ന് ഏത് രാജ്യത്തേക്കാണ് ബോംബ് എറിയുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരു വീട്ടിലേക്ക് കല്ലെറിയുന്നവരെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നോക്ക്, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ അയൽവക്കത്തുള്ളവർക്ക് എത്ര കാലം പറ്റും? അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്ക്. ഈ പെങ്കൊച്ചിന് ചടപടയുന്നൊരു കല്യാണം നടത്തുക. വീട്ടിലൊരു ആൺതുണയുണ്ടെങ്കിൽ പിന്നെ ഒരുത്തനും പേടിക്കേണ്ട കാര്യമില്ല. കല്ലെറിയുന്നവനെയൊക്കെ അവൻ കണ്ടുപിടിച്ചോളും. പിന്നല്ല. അതുകൊണ്ട് എത്രയും വേഗം കല്യാണത്തിന് സമ്മതിക്കുന്നേ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വന്നാ പെട്ടെന്നൊരു കല്യാണം കഴിക്കുക. കല്ലിനെ കുറിച്ച് ചോദിക്കുമ്പോ കല്യാണത്തെ കുറിച്ചാണോ പറയുന്നത്? നിങ്ങളുടെ അഡ്വൈസിന് ഒരുപാട് നന്ദി. ദയവേദി ഇവിടെ നിന്ന് പോകാവോ? ഇൻസൾട്ട്. ദേ നോക്കുമോളെ, ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്റെ തീരുമാനത്തിൽ എത്തുക തന്നെ ചെയ്യും. ഫോളോ മീ. ഒരു 2 കല്ലും കൂടെ അറിഞ്ഞോ? അല്ല, അപ്പൊ നമ്മുടെ തല വീടില്ലേ? അളിയാ, ആ? മിലിറ്ററി കാല് വാരിയല്ലോ. നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി. പാചകക്കാരൻ സ്വന്തം ബുദ്ധി കാണിച്ചു ചേട്ടാ. നീ എറി അളിയാ. ആരാടാ അത്? ആരാണ്? ആരോടാ? ആരോടാ നീ കളിക്കുന്നേ? അകത്തോട്ട് വാ. ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കാൻ പോകുന്നില്ല. നീ ഒരാണാണെങ്കിൽ മുന്നിൽ വന്ന് നിക്കടാ. വെറുതെ മനുഷ്യനെ. എടാ, ഇവള് പണ്ട് വല്ല ധാരാവിലും ആയിരുന്നോടാ. ഒരുമാതിരി ലോക്കൽ റൗഡികളെ പോലെ പറയുന്നത് കേട്ടില്ലേ? ഏയ്, ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വാടാ. പെണ്ണായതുകൊണ്ട് പേടിക്കുന്ന വെച്ചാണോ? അളിയാ, ഒന്നും നോക്കണ്ട, ചാടിക്കും. ആ, ചാടി പോ. ഡാ, വേണ്ട മോളെ, മുന്നിൽ വരാൻ. പറയുന്ന കേക്ക്. എന്താ പറ്റി? ആരോ കല്ലെറിഞ്ഞോണ്ടിരിക്കുക. കല്ലെറിഞ്ഞു. ഡാ, ആരാത്? പുറത്തു വാടാ. മോനെ, ഇവിടെയാ. ഏത് ഭാഗത്തായാലും എന്താമേ? ഡാ, ആരാത്? പെണ്ണുങ്ങൾ മാത്രം അഭ്യാസം കാണിക്കാ. ഡാ, വാടാ, ഇവിടെ ഞാനുണ്ടാ. വാടാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. ഹലോ 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 ഹലോ. എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ നീ STD ബൂത്തിൽ നിന്ന് പറയുന്ന പോലെ പറയുന്നുണ്ടല്ലോ. ഉടനെ വരാൻ വേണ്ടിട്ട് അവരൊക്കെ നിന്റെ അളിയന്മാരാ? കള്ള തിരുമാലികളാന്നേ. ഇനി ഒന്ന് കല്ലെറിഞ്ഞ് നോക്ക്, നമുക്ക് കാണാം. എങ്ങനെ അറിയാനാ? രണ്ടുപേരും ഇവിടെ നിൽക്കല്ലേ? മിണ്ടായിരിക്കട്ടാ. ആ, ആയിക്കോട്ടെ. ഇപ്പൊ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോന്നേന്ന്. അയ്യോ, എന്തിനാ ഇപ്പൊ കല്ലെടുക്കുന്നേ? തിരിച്ചറിയാൻ പോവാണോ? ഇല്ല, ഇത് പോലീസിനെ ഏൽപ്പിക്കാൻ പോവാ. അവര് നായെ കൊണ്ട് സ്മെല്ല് പിടിപ്പിച്ചിട്ട് കല്ലെറിഞ്ഞവൻ ആരാണെന്ന് കണ്ടുപിടിച്ചോളും. അയ്യേ, അതൊക്കെ പഴയ ഫാഷനാ. പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? കല്ല് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നായ ഓടും. നിനക്ക് എന്തിനാ പോലീസ്? തന്നെ ഇപ്പൊ ശരിയാക്കി തരാം. ഡാ, ഏയ്, എന്തിനാ ഇപ്പൊ എറിയുന്നേ? എന്താ തിരിച്ച് വീണ്ടും അവർ എറിയുന്നാണോ? ഞങ്ങൾ ഇവിടെ നിൽക്കല്ലേ, പിന്നെ എങ്ങനെ ജീവ
ഈ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ത്യാഗം നീ ചെയ്തേ മതിയാവൂ. ഈ ത്യാഗം നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്താ ചെയ്യണ്ടേ ഏട്ടാ? നീ ഇവിടെ കാവല് നിൽക്കണോന്നാ പറയുന്നേ. അപ്പൊ പട്ടിയോ? അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ. ആ കല്ലെറിഞ്ഞ തെണ്ടി ഏത് നേരം വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ആ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നീ ഇവരുടെ കൂടെ താമസിക്കേ. ആ. പോ ആ. പോ. എക്സ്ക്യൂസ് മീ. ആ പെങ്കൊച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. ഹലോ, അയ്യോ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയാൽ മതി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കേട്ടില്ല. താങ്ക്സ്. ശരി. വാമേ നടക്ക്. ഓ മിലിറ്ററി തെണ്ടി അവിടെ